നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രവേശനം നേടിയ നീർക്കുന്നം ഗവൺമെന്റ് യു പി സ്കൂളിലെ നിർമ്മാണം പൂർത്തിയാക്കിയ ക്ലാസ് മുറികളുടെയും കിച്ചൺ കം ഡൈനിങ് ഹാളിന്റെയും ഉദ്ഘാടനം ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. അമ്പലപ്പുഴ MLA ചിസലാം ചടങ്ങിൽ അധ്യക്ഷനായി. കരിമ്പാവളവ് ആറ്റുതീരം റോഡിന് കുറുകെയുള്ള പാലം നിർമ്മാണത്തിന് ആവശ്യമായ പണം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ നിന്നും അനുവദിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ചടങ്ങിൽ ചിസലാം MLA അധ്യക്ഷത വഹിച്ചു. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ പുത്തൻ ശേഖരവുമായി ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോയ്ക്ക് ആലപ്പുഴ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമിൽ തുടക്കമായി. പീഡികത്തിണ്ണയിൽ കുശലം പറഞ്ഞു തുടങ്ങിയ ബോധവൽക്കരണ പരിപാടി വേറിട്ട അവതരണം കൊണ്ട് ശ്രദ്ധേയമായി. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിജ്ഞാന തൊഴിൽ മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ആദ്യ ക്യാമ്പസ് ജോബ് രജിസ്ട്രേഷൻ ഡ്രൈവിന് തുടക്കമായി. അമ്പലപ്പുഴ MLA ചിസലാം ജോബ് ഡ്രൈവ് ഉദ്ഘാടനം ചെയ്തു. പുന്നപ്ര കാർമൽ പോളിടെക്നിക് കോളേജ് ഹാളിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രവേശനം നേടിയ നീർക്കുന്നം ഗവൺമെന്റ് യു പി സ്കൂളിലെ നിർമ്മാണം പൂർത്തിയാക്കിയ ക്ലാസ് മുറികളുടെയും കിച്ചൺ കം ഡൈനിങ് ഹാളിന്റെയും ഉദ്ഘാടനം ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രവേശനം നേടിയ നീർക്കുന്നം ഗവൺമെന്റ് യു പി സ്കൂളിലെ നിർമ്മാണം പൂർത്തിയാക്കിയ ക്ലാസ് മുറികളുടെയും കിച്ചൺ കം ഡൈനിങ് ഹാളിന്റെയും ഉദ്ഘാടനം ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ഈ 70 കോടി രൂപ MLA കാലത്ത് അസാധ്യമാണ്. കാരണം ഇത് മുമ്പുണ്ടായിരുന്ന MLA ഈ MLA ചെയ്യുമ്പോൾ 2 ഗവൺമെന്റ് കാലത്ത് 8 വർഷം. ആ 8 വർഷത്തെ ആദ്യത്തെ 1 വർഷം കളയുക. കാരണം MLA ആയി കഴിയുമ്പോൾ പൈസ കിട്ടില്ല. അപ്പൊ 7 വർഷം കൊണ്ട് മുൻ MLA 3 വർഷം 4 വർഷം ഇപ്പോഴത്തെ MLA, അങ്ങനെ 7 വർഷം കൊണ്ട് ഈ മണ്ഡലത്തിൽ 70 കോടി രൂപ ചെലവഴിച്ച് വിദ്യാഭ്യാസ രംഗത്ത് ഏത് സ്കൂൾ മാത്രം, മെഡിക്കൽ കോളേജ് വേറെ, എഞ്ചിനീയറിംഗ് കോളേജ് വേറെ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ പലതും ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങൾ വേറെ. അപ്പൊ 100 കോടിയിലപ്പുറം വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 1.39 കോടി രൂപ ചെലവിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിൽ 10 മണ്ഡലങ്ങളിലെ സ്കൂളുകൾ എടുത്താൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സ്കൂളുകളിലൊന്ന് നീർക്കുന്നം SDV ഗവൺമെന്റ് യു പി സ്കൂളാണെന്ന് മന്ത്രി പറഞ്ഞു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ ചിസലാം MLA അധ്യക്ഷനായി. ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന് മുകളിൽ കിഫ്ബി പദ്ധതിയിൽ 3.9 കോടി രൂപ ചെലവിൽ 2 നിലകളിലായി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും ചിസലാം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം P. അഞ്ജു, അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. ഹാരിസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രജിത് കാരിക്കൽ, ലേഖാമോൾ സുനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രദീപ് T. സജിത്, പഞ്ചായത്ത് അംഗം സുനിത പ്രദീപ്, AEO S. സുമാദേവി, വിദ്യാകിരണം കോർഡിനേറ്റർ AG ജയകൃഷ്ണൻ, SMC ചെയർമാൻ പ്രശാന്ത് S. കുട്ടി എന്നിവർ സംസാരിച്ചു. LSGD അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിൻസി റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക A. നദീറ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കരിമ്പാവളവ് ആറ്റുതീരം റോഡിന് കുറുകെയുള്ള പാലം നിർമ്മാണത്തിന് ആവശ്യമായ പണം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ നിന്നും അനുവദിക്കുമെന്ന് സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ചടങ്ങിൽ ചിസലാം MLA അധ്യക്ഷത വഹിച്ചു. കരിമ്പാവളവ് ആറ്റുതീരം റോഡിന് കുറുകെയുള്ള കൂനായുടെ ചിറപ്പാലത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ പണം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ നിന്ന് അനുവദിക്കുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിലും റീബിൾഡ് കേരള പദ്ധതിയിലും ഉൾപ്പെടുത്തി 3.05 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കിയ കരിമ്പാവളവ് ആറ്റുതീരം റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിങ്ങൾ എല്ലാവരും കൂടി ആവശ്യപ്പെട്ടു, ഒരു പ്രതീക്ഷയില്ല ആവശ്യപ്പെട്ടു, എനിക്ക് പോകേണ്ട അറിയാം, യാതൊരു പ്രതീക്ഷയില്ല. പക്ഷേ MLA അത് വളരെ ശ്രദ്ധയോട് കേട്ടു. സാധാരണ നമ്മുടെ ആളുകൾ ഈ ജനപ്രതിനിധികൾ മത്സരിക്കാൻ വരുമ്പോൾ ഒരുപാട് ആവശ്യങ്ങൾ ഞങ്ങൾ പറയും. എല്ലാവരോടും പോലും ചെയ്യാമെന്ന് പറയും. ചെയ്യത്തില്ലെന്ന് ഒരിക്കലും പറയില്ല. ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ 5 വർഷം കഴിയുമ്പോഴാണ് വരുന്നത്. അന്നേരം എന്തൊരു കള്ളം പറയും. ആ ഫണ്ടിങ് അനുവദിച്ചപ്പോൾ ഈ ഫണ്ട് അങ്ങനെ ലാപ്സായി പോയി, അപ്പുറത്തെ പോയി ഇപ്പുറത്തെ പോയി എന്നൊക്കെ പറഞ്ഞു കുഴപ്പം. നമ്മൾ എന്നാലും കുറച്ചു പേരെ കൂട്ടിയും ഇങ്ങനെ പോകും. ഏറെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിലും സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ സർക്കാർ തുടരുകയാണ്. അടിസ്ഥാന വികസന രംഗത്തും സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മികവുറ്റ വികസന മുന്നേറ്റമാണ് ഈ സർക്കാർ കാഴ്ചവെക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു.
കാർഷിക മേഖലയ്ക്ക് കരുത്തു പകരുന്ന കരിമ്പാവളമ്പ് ആറ്റുതീരം റോഡ് പുന്നപ്ര തെക്ക് പഞ്ചായത്തിന്റെ വടക്കേ അതിർത്തിയിലൂടെ തെക്കേ പൂന്തുരം പാടശേഖരത്തിന്റെ പുറംബണ്ട് വഴി കടന്നുപോകുന്ന റോഡ് പഞ്ചായത്തിന്റെ കിഴക്കൻ ഭാഗങ്ങളിലുള്ളവർക്ക് വേഗത്തിൽ ദേശീയപാതയിൽ എത്തിച്ചേരുന്നതിന് ഏറെ സഹായകരമാണ്. നാട്ടുകാരുടെ പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് എച്ച്. MLA ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ നിന്ന് 2,15,70,000 രൂപയും റീബിൽഡ് കേരള പദ്ധതിയിൽ 90 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ചടങ്ങിൽ എച്ച്. MLA അധ്യക്ഷത വഹിച്ചു. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PS സ്വപ്ന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ്, പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ, പുന്നപ്ര തെക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനചന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ NK ബിജുമോൻ, സുലഭ ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശ്, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ A. ഓമനക്കുട്ടൻ, അഡ്വക്കേറ്റ് R. രാഹുൽ, EK ജയൻ, അഡ്വക്കേറ്റ് പ്രദീപ് കൂട്ടാല, മുജീബ് റഹ്മാൻ, R. രജിമോൾ, പഞ്ചായത്ത് അംഗം J. സിന്ധു എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ പുത്തൻ ശേഖരവുമായി ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോയ്ക്ക് ആലപ്പുഴ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമിൽ തുടക്കമായി. ആകർഷകമായ ഓഫറുകളും മിതമായ വിലയ്ക്ക് ഇഷ്ടാനുസരണം ആഭരണങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരവും ജ്വല്ലറി ഷോയിൽ ഒരുക്കിയിട്ടുള്ളതായി അധികൃതർ പറഞ്ഞു. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ പുത്തൻ ശേഖരവുമായി ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോയ്ക്ക് ആലപ്പുഴ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമിൽ തുടക്കമായി. ട്രെൻഡിംഗ് ഡിസൈനുകളിൽ രൂപകൽപ്പന ചെയ്ത ലളിതവും സുന്ദരവുമായ ആഭരണങ്ങളുടെ ഫെസ്റ്റിവലിൽ ആകർഷകമായ ഓഫറുകൾ നൽകുന്നതോടൊപ്പം വൈവിധ്യമാർന്ന ഡിസൈനുകളിലുള്ള ആഭരണങ്ങൾ മിതമായ വിലയ്ക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അപൂർവ അവസരവും ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോയിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കുമെന്നതും പ്രദർശന വിപണന മേളയുടെ പ്രത്യേകതയാണ്. മാത്രമല്ല, ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന ട്രെൻഡിംഗ് ആഭരണങ്ങളുടെയും പരമ്പരാഗത ആഭരണങ്ങളുടെയും ലളിതമായ ശേഖരമാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ലൈറ്റ് വെയ്റ്റ് ഷോയെ ഉപഭോക്താക്കൾക്കിടയിൽ ഏറെ പ്രിയപ്പെട്ടതാക്കുന്നത്. ഓരോ ആഭരണങ്ങളുടെയും കൃത്യമായ പണിക്കൂലിയും സ്റ്റോൺ വെയ്റ്റ്, നെറ്റ് വെയ്റ്റ്, സ്റ്റോൺ ചാർജ് എന്നിവ രേഖപ്പെടുത്തിയതുമായ സുതാര്യമായ പ്രൈസ് ടാഗ്, ആഭരണങ്ങൾക്ക് ആജീവനാന്ത ഫ്രീ മെയിൻ്റനൻസ്, പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ സ്വർണത്തിന് 100% മൂല്യം, സ്വർണത്തിന്റെ 100% പരിശുദ്ധി സാക്ഷ്യപ്പെടുത്തിയ HUID ഹോൾമാർക്കിംഗ്, 28 ലാബ് ടെസ്റ്റുകളിലൂടെ ഗുണനിലവാരം സാക്ഷ്യപ്പെടുത്തിയ IGIA സർട്ടിഫൈഡ് ഡയമണ്ടുകൾ, എല്ലാ ആഭരണങ്ങൾക്കും ബൈബാക്ക് ഗ്യാരണ്ടി, എല്ലാ ആഭരണങ്ങൾക്കും 1 വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ, അംഗീകൃത സ്രോതസ്സുകളിൽ നിന്ന് ഉത്തരവാദിത്തത്തോടെ സ്വീകരിക്കുന്ന സ്വർണം, തൊഴിലാളികൾക്ക് കൃത്യമായ വേതനവും ന്യായമായ ആനുകൂല്യങ്ങളും മികച്ച തൊഴിലന്തരീക്ഷവും നൽകി നിർമ്മിക്കുന്ന ആഭരണങ്ങൾ, ന്യായമായ പണിക്കൂലി എന്നീ 10ഓളം വാഗ്ദാനങ്ങളും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉപഭോക്താക്കൾക്ക് നൽകുന്നുണ്ട്. ആലപ്പുഴ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ പ്രദർശന വിപണന മേള 6ഓളം നവവധുക്കൾ ചേർന്ന് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. നോക്കുമ്പോൾ ഇന്ന് മുൻപന്തിയിൽ നിൽക്കുകയാണ് മലബാർ ഗോൾഡ്. എന്തുകൊണ്ടായിരിക്കും? അവരുടെ സ്വർണത്തിന്റെ മാറ്റ് മാത്രമായിരിക്കില്ല, മറ്റെന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് കിട്ടുന്ന സവിശേഷത ആണ് മലബാറിലേക്ക് ജനങ്ങളെ ഇത്രയധികം ആകർഷിക്കുന്നത്. അപ്പൊ തന്നെയുമല്ല, കസ്റ്റമേഴ്സുമായിട്ട് ഇത്രയധികം നല്ലൊരു വ്യക്തിബന്ധം സ്ഥാപിക്കുന്ന ഒരു ആഭരണ ശാലയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ എല്ലാ കാര്യങ്ങളിലും, അതായത് ഇപ്പൊ ഒരു പുതിയ കളക്ഷൻ, ഇപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡാണ് ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ മോഡൽസ് മുതല് കോളേജിലെ കുട്ടികള്, അതുപോലെ കല്യാണം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂം ഹെഡ് VV അബ്ദുൽ സലീം ചടങ്ങിൽ അധ്യക്ഷനായി. ഡോക്ടർ നിമ്മി അലക്സാണ്ടർ മുഖ്യാതിഥിയായിരുന്നു. അസിസ്റ്റന്റ് ഷോറൂം ഹെഡ് മുഹമ്മദ് അഫ്സൽ, സെയിൽസ് മാനേജർ KG അനൂജ്, അസിസ്റ്റന്റ് സെയിൽസ് മാനേജർമാരായ പ്രശോഭ്, വിനു ചന്ദ്രൻ, മാർക്കറ്റിംഗ് മാനേജർ VK റിയാസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ശനിയാഴ്ച ആരംഭിച്ച ആഭരണ പ്രദർശന വിപണന മേള ജനുവരി 31 അവസാനിക്കുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് ആലപ്പുഴ. പീഡികത്തിണ്ണയിൽ കുശലം പറഞ്ഞു തുടങ്ങിയ ബോധവൽക്കരണ പരിപാടി വേറിട്ട അവതരണം കൊണ്ട് ശ്രദ്ധേയമായി. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ നേതൃത്വത്തിൽ ബീച്ചിലെ ചിന്നപ്പൻ ചേട്ടന്റെ ചായക്കട കേന്ദ്രീകരിച്ചാണ് അവതരണം കൊണ്ട് വേറിട്ട് നിന്ന ഈ ബോധവൽക്കരണ പരിപാടി നടത്തിയത്. ആരാരുടെ ചിറകിലൊതുങ്ങി അറിയില്ലല്ലോ, 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 മേഘം പൂത്തു തുടങ്ങി
വൈകുന്നേരം പീഡികത്തിണ്ണയിൽ കുശലം പറഞ്ഞ് എലിപ്പനി പ്രതിരോധ ബോധവൽക്കരണ പരിപാടിയും TB 100 ഡേ എലിമിനേഷൻ ക്യാമ്പും നടത്തിയത് ശ്രദ്ധേയമായി. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയും ജില്ലാ മാസ് മീഡിയ വിംഗും ജില്ലാ TB യൂണിറ്റും ചേർന്ന് ബീച്ച് വാർഡിലെ ചിന്നപ്പൻ ചേട്ടന്റെ ചായക്കടയിൽ വ്യത്യസ്തമായ ബോധവൽക്കരണ പരിപാടിയാണ് സംഘടിപ്പിച്ചത്. നാടൻ വേഷമായ ലുങ്കിയും തോർത്തും ധരിച്ച് വനിതാ ശിശു ആശുപത്രിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ S. ജയകൃഷ്ണനും ആശുപത്രിയിലെ തന്നെ NHM ജീവനക്കാരനായ AJ സഫീറും നാട്ടുകാരോട് കുശലം പറയാനെത്തി. കടയിലെത്തിയവർ പാട്ടുപാടിയും ഡാൻസ് കളിച്ചും പരിപാടി മുന്നോട്ട് കൊണ്ടുപോയി. ഒപ്പം ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന എലിപ്പനിയെപ്പറ്റിയുള്ള ബോധവൽക്കരണവും നൽകി. പഴയകാല സിനിമകളുടെ പശ്ചാത്തലത്തിലുള്ള ബോർഡുകളും സിനിമാ ഗാനങ്ങളുമെല്ലാം കടയിൽ സജ്ജീകരിച്ചിരുന്നു. കടയിൽ ഒത്തുചേർന്നവർക്ക് ചായയും ചെറുകടിയും നൽകിയാണ് പരിപാടിയുടെ അവതരണം മുന്നോട്ട് പോയത്. ഈ വേറിട്ട പരിപാടിയുടെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ചിന്നപ്പൻ ചേട്ടന്റെ ചായക്കടയും വൈറലായി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി, ജില്ലാ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ I. ചിത്ര, ജില്ലാ TB യൂണിറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹാരി ജേക്കബ്, വനിതാ ശിശു ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് K. സുധ, K. രമ്യ, K. മഞ്ജുഷ, അംബിക എന്നിവർക്കൊപ്പം ജില്ലാ TB യൂണിറ്റിലെ ജീവനക്കാരായ MR ബീന, V. സിന്ധു, ശരണ്യ ലോറൻസ്, S. ഷെർബാൻ എന്നിവരും ആശാപ്രവർത്തകരായ റോസമ്മ, ജലജ, സുനിത ബൈജു, ത്രേസ്യാമ്മ എന്നിവരും ചേർന്നാണ് പ്രതിരോധ മാർഗങ്ങളും ബോധവൽക്കരണ പരിപാടിയും വേറിട്ടതാക്കി മാറ്റിയത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. വിജ്ഞാന തൊഴിൽ മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ആദ്യ ക്യാമ്പസ് ജോബ് രജിസ്ട്രേഷൻ ഡ്രൈവിന് തുടക്കമായി. അമ്പലപ്പുഴ MLA H. സലാം ജോബ് ഡ്രൈവ് ഉദ്ഘാടനം ചെയ്തു. പുന്നപ്ര കാർമൽ പോളിടെക്നിക് കോളേജ് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ വിജ്ഞാന ആലപ്പുഴ മെഗാ തൊഴിൽ മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ആദ്യ ക്യാമ്പസ് ജോബ് രജിസ്ട്രേഷൻ ഡ്രൈവിന് തുടക്കമായി. പുന്നപ്ര കാർമൽ പോളിടെക്നിക് കോളേജിൽ സംഘടിപ്പിച്ച ജോബ് ഡ്രൈവ് H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ യൂത്തിന് ഒരു അക്കാഡമിക് തലം കുറച്ചുകൂടി ഒരു മികവുറ്റതാക്കാൻ പറ്റുന്ന ഒരു ഫേസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ആരോപിക്കുന്ന കാര്യം. ഇത് വിജയകരമായി നമുക്ക് നടത്താൻ നിശ്ചയമായിട്ട് കഴിയും. നേരത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആളുകളെ ഏതാണ്ട് മുഴുവൻ പേരെ ഫോണിലൂടെ നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുന്നു. നമ്മുടെ ഈ സിസ്റ്റം തയ്യാറാക്കപ്പെട്ട ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് കോൺടാക്ട് ചെയ്യുന്നു. നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുന്ന വലിയൊരു ക്യാമ്പയിനാണ് വിജ്ഞാന ആലപ്പുഴ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരളത്തെ സംബന്ധിച്ചും ആലപ്പുഴയെ സംബന്ധിച്ചും ഒരു പ്രധാന പദ്ധതി കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പാക്കുകയാണിപ്പോൾ. ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് ജോലി ഉറപ്പുവരുത്താനും അതിലേറെ വരുന്ന വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും ജോലിയിലേക്ക് എത്താൻ കഴിയുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ്സ് നൽകാനും പദ്ധതിയിലൂടെ കഴിയുമെന്നും MLA കൂട്ടിച്ചേർത്തു. വിദ്യാർത്ഥിയിൽ നിന്ന് തൊഴിൽ മേളയിലേക്കുള്ള ആദ്യ ആപ്ലിക്കേഷനും MLA ചടങ്ങിൽ ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS താഹ ചടങ്ങിൽ അധ്യക്ഷനായി. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ P. അഞ്ജു, അഡ്വക്കേറ്റ് R. റിയാസ്, പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനചന്ദ്രൻ, കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജെയിംസ് ദേവസ്യ, CMI, വിജ്ഞാന ആലപ്പുഴ ജില്ലാ മിഷൻ കോർഡിനേറ്റർ CK ഷിബു, KDISC ഫാക്കൽറ്റി പ്രിൻസ് എബ്രഹാം, KKEM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡാനി വർഗീസ്, ജില്ലാ പഞ്ചായത്ത് സീനിയർ സൂപ്രണ്ട് PV വിനോദ്, ശ്രീ G. ശ്രീനിവാസ്, ആൽവിൻ C. റോയ്, വിവിധ കമ്പനി പ്രതിനിധികൾ, കോളേജ് അധ്യാപകർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രവേശനം നേടിയ നീർക്കുന്നം ഗവൺമെന്റ് UP സ്കൂളിലെ നിർമ്മാണം പൂർത്തിയാക്കിയ ക്ലാസ് മുറികളുടെയും കിച്ചൺ കം ഡൈനിങ് ഹാളിന്റെയും ഉദ്ഘാടനം ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. അമ്പലപ്പുഴ MLA H. സലാം ചടങ്ങിൽ അധ്യക്ഷനായി. കരിമ്പാവളവ് ആറ്റുതീരം റോഡിന് കുറുകെയുള്ള പാലം നിർമ്മാണത്തിന് ആവശ്യമായ പണം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ നിന്നും അനുവദിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ചടങ്ങിൽ H. സലാം MLA അധ്യക്ഷത വഹിച്ചു. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ പുത്തൻ ശേഖരവുമായി ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോയ്ക്ക് ആലപ്പുഴ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമിൽ തുടക്കമായി. പീഡികത്തിണ്ണയിൽ കുശലം പറഞ്ഞു തുടങ്ങിയ ബോധവൽക്കരണ പരിപാടി വേറിട്ട അവതരണം കൊണ്ട് ശ്രദ്ധേയമായി. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിജ്ഞാന തൊഴിൽ മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ആദ്യ ക്യാമ്പസ് ജോബ് രജിസ്ട്രേഷൻ ഡ്രൈവിന് തുടക്കമായി. അമ്പലപ്പുഴ MLA H. സലാം ജോബ് ഡ്രൈവ് ഉദ്ഘാടനം ചെയ്തു. പുന്നപ്ര കാർമൽ പോളിടെക്നിക് കോളേജ് ഹാളിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.